രാഹുൽ പാലക്കാട്ട് നിന്നും പറവൂരിൽ നിന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാൻ ഒരിടം. തനിക്കും ഇതേ വളരുവാൻ സാധ്യതയുള്ള രാഹുൽ മാങ്കുട്ടത്തെയും ഷാഫി പറമ്പിലിനെയും വെട്ടിയൊതുക്കുവാൻ കേക്കച്ചൻ ശ്രമിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. എന്തിന്? എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ? ഏത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ? അതുപോലെ ഷാഫി പറമ്പിലിനെയും ഉന്നം വെക്കുന്നത് നാം കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ യുവനേതാക്കന്മാരെ ഒതുക്കിയൊന്നുമല്ലാതാക്കിയ, അതുപോലെ സാധ്യതയുണ്ടായിരുന്ന പല നേതാക്കന്മാരെയും ഒതുക്കിക്കളഞ്ഞ ഈ നെട്ടൂരിലെ ഈ കേക്കച്ചനെ ഒതുക്കുവാൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാലക്കാട് നിന്നും അതുപോലെ പറവൂരിൽ നിന്നും മത്സരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ലോകമെമ്പാടുമുള്ള രാഹുലിനെ സ്നേഹിക്കുന്ന, കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലൂടെ നിങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ. കഴിഞ്ഞ 25 കൊല്ലം ഈ രാഷ്ട്രീയ കേരളത്തിൽ ഈ കേക്കച്ചന് എന്ത് സംഭാവനകൾ നൽകുവാൻ സാധിച്ചു? അതുപോലെ കഴിഞ്ഞ 4.5 കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്ന ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുവാൻ സാധിച്ചു? ജനങ്ങൾ ഓർമ്മിക്കത്തക്ക, സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യങ്ങളും ചെയ്തതായി ആർക്കെങ്കിലും പറയുവാൻ പറ്റുമോ? നിലവിലെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിക്കാം. ഒന്നിലധികം മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചാൽ 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നൊഴികെ ബാക്കി വിജയിച്ച മണ്ഡലത്തിൽ അദ്ദേഹം രാജിവെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തുകൊണ്ടും ഒന്നിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ പറ്റും നിയമപരമായി. തന്നെ ഒന്നുമല്ലാതാക്കിയ, തന്നെ നശിപ്പിക്കുവാൻ നോക്കുന്ന, തന്നെ സൈഡ് ലൈൻ ചെയ്യുവാൻ നോക്കുന്ന ഈ കേക്കച്ചനും ഈ പ്രസ്ഥാനത്തിനും തക്കതായ ഒരു മറുപടി നൽകുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണോ എന്ന് പ്രിയപ്പെട്ട ജനങ്ങൾ പ്രതികരിക്കുക. നിങ്ങളുടെ പ്രതികരണത്തിനായി ഞങ്ങൾ കാതോർത്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രതികരണം ഞങ്ങളെ താഴെ പറയുന്ന കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ താഴെ കാണുന്ന 9746114444 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കാം. അതുമല്ലെങ്കിൽ ശബ്ദ സന്ദേശമായി ഈ പറയുന്ന നമ്പറിലേക്ക് അയക്കുകയും ചെയ്യാം. ഞങ്ങളത് ലോകത്തെ കേൾപ്പിക്കാം. രാഹുലിനെ സംഘം ചേർന്ന് വേട്ടയാടി നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് കണ്ട് നമ്മൾ മിഷൻ 60 ആരംഭിച്ചു. ആ 60 ദിവസവും നമുക്ക് വിജയകരമായി എന്ന് വേണം തന്നെ പറയുവാൻ. കാരണം ആ 60 ദിവസവും രാഹുലിനെ ഇവർക്ക് നശിപ്പിക്കുവാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവെപ്പിക്കുവാൻ നോക്കി, അതുണ്ടായില്ല. അദ്ദേഹം ആ 60 ദിവസവും പിടിച്ചു നിന്നു. അതിനുശേഷം നമ്മൾ മിഷൻ 250 ആരംഭിച്ചത് ഈ നെട്ടൂരിലെ ഈ പഴയ മണിച്ചെയിൻ തെറ്റിപ്പുകാരനെ, കോൺഗ്രസിലെ പല നേതാക്കന്മാരെയും, ഉമ്മൻചാണ്ടിയെ അടക്കം നശിപ്പിച്ച പല യുവ നേതാക്കന്മാരെയും ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ഈ സ്വാർത്ഥനായ ഈ VD സതീശനെ ഉറവിടത്തിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ, സ്വന്തം മണ്ഡലത്തിൽ തന്നെ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത വിധത്തിൽ തോൽപ്പിക്കുവാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ ആരംഭിച്ചതാണ് മിഷൻ 250. ആ മിഷൻ 250യുടെ 74ാം ദിനമായ ഇന്ന് നിങ്ങൾക്ക് പ്രതികരിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് നിന്നും പറവൂരിൽ നിന്നും മത്സരിക്കണോ? ഇപ്രകാരം മത്സരിച്ചാൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുക. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാൻ ഒരിടം. ഞാൻ രവീന്ദ്രൻ തിരുവല്ലായിന്നാണ്. ഇപ്പോൾ ഒരു ന്യൂസ് കേട്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് കൊടുക്കത്തില്ല എന്നുള്ള ഒരു പരിപാടിയുണ്ട് ഇവർക്കെന്ന്. അല്ല, അവനെ പാർട്ടിയിൽ നിന്ന് അവര് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇനി നമ്മൾ സീറ്റ് പ്രതീക്ഷിക്കേണ്ട ആവശ്യം ഇരിക്കുന്നത് രാഹുലിന്റെ യുവമാരുടെ പെർമിഷൻ വേണം അവിടെ നിൽക്കാൻ. അല്ല, അതാ ഞാൻ അതിലൊക്കെ ഞാൻ വരുന്നത്. അങ്ങനെ വല്ല സംഭവിക്കുകയാണെങ്കിൽ 2 ഇടത്ത് രാഹുൽ നിൽക്കണം. ഒന്ന് കേക്കച്ചൻ എവിടെ നിൽക്കണോ അവരുടെ എഗനസ്റ്റ് ആയിട്ട് നിൽക്കണം. 2 ഇടത്ത് ഒരാൾക്ക് നിൽക്കാൻ പറ്റുമല്ലോ. പാലക്കാട് വിടരുത്, പാലക്കാട് പ്രൈമായിട്ട് വിടരുത്. പാലക്കാട് നിന്നിട്ട് പറവൂർ അയാൾ നിൽക്കുകയാണെങ്കിൽ അയാളുടെ എഗനസ്റ്റ് ആയിട്ട് നിന്ന് അയാളെ തോപ്പിക്കണം. ഏത് വിധേനയെങ്കിലും ഇയാളെ തോപ്പിക്കണം. ഇപ്പൊ കൊച്ചി മേയറുടെ പരിപാടി കണ്ടില്ലേ? വലിയ പൊക്കി പിടിച്ചോണ്ട് വന്നല്ലേ, പോയില്ലേ? ഇയാൾക്ക് ഇപ്പൊ അടി പറ്റിക്കൊണ്ടിരിക്കുക. അപ്പം ഇയാൾ ഈ കാണിക്കുന്ന വൃത്തികളെ കോൺഗ്രസ് പാർട്ടി ഇല്ലാതാക്കും. ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു, സുധീരനും മുല്ലപ്പള്ളി ഇവരൊക്കെ കൂടെ മത്സരിപ്പിക്കാൻ പോകുന്നു. സുധീരൻ കാരണം ഓൾറെഡി ഒന്ന് തോറ്റതാ കോൺഗ്രസ്.
ഇയാൾക്ക് എന്ന തലയ്ക്ക് വട്ടാണ് ഇയാൾക്ക് പാർട്ടിയെ നശിപ്പിച്ച് അടങ്ങുന്നതാണ് ഇയാളുടെ വിചാരം. ഈ ചെറുപ്പക്കാരൊക്കെ മുന്നോട്ട് വരാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നേ മതിയാവും. ഏത് സ്വതന്ത്രനായിട്ടെങ്കിൽ സ്വതന്ത്രം, അയാൾ സ്വതന്ത്രനായിട്ട് എവിടെ നിന്നാലും സാറേ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. അത്രയ്ക്ക് സപ്പോർട്ടുണ്ട് ജനങ്ങൾക്ക്. ഞങ്ങളിവിടെ എൻ്റെ ഫ്രണ്ട്സാർക്ക് സംസാരിച്ചാലും പറയുന്നത് ഇത്രയും കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതുവരെ കോൺഗ്രസിൽ വന്നിട്ടില്ലെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഓരോ ഈ ഡിബേറ്റ് നോക്കി എത്ര അറിവോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഈവൻ നാളത്തെ മുഖ്യമന്ത്രിയാകാനുള്ള കഴിവുണ്ടായിരിക്കും. പക്ഷെ ഇത് എങ്ങനെ സോൾവ് ആകും എനിക്കറിയത്തില്ല. പക്ഷെ എന്റെയൊക്കെ പൂർണ്ണ സപ്പോർട്ട് സാറിന്റെ ചാനലിനും ഇയാള് കേക്കച്ചന്റെ എങ്ങനെ നിന്നിട്ട് തോക്കണായൊരു പാഠം പഠിക്കണം. അതാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. ഒരു ചാനലും ഡിസ്കസ് ചെയ്യുന്നില്ല അറിയില്ലേ. പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെ തഴയാൻ പറ്റുന്നില്ല സാറേ. ഇതെന്തോ ഇത് വിതറിക്കപ്പെടണമാണ്. ഇത് ജനങ്ങളവിടെ വലുത്, അല്ലാതെ ഇവന്മാരല്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കത്തുള്ളൂ. ഇപ്പൊ തന്നെ തമ്മിലായിട്ട് തുടങ്ങിയില്ലേ. ഇതുവരെ ഓരോ സ്ഥലത്തും മേയർമാരെയോ ചെയർമാന്മാരെയോ ഒക്കെ നിയമിക്കാൻ അടി നടന്നുകൊണ്ടിരിക്കുക. കുരങ്ങിന്റെ പൂമാല കിട്ടിയ പോലെ ഇവന്മാർ കയ്യില്. വേറെ ആര് ജയിച്ചാലും കുഴപ്പമില്ല. കേക്കച്ചൻ ഈ നിയമസഭ കാണരുതിനെ. അത് ഞങ്ങൾ ഈശ്വരനോട് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തോട് ജനങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങൾ യാതൊരു കാരണവശാലും തളരരുത്. നിങ്ങളെ ഏതൊക്കെ വിധത്തിൽ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചാലും, എന്തൊക്കെ ആരോപണങ്ങൾ നടത്തി നിങ്ങളെ തേജോവധം ചെയ്യുവാൻ ശ്രമിച്ചാലും തളരരുത്. ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ പിടിച്ചു നിന്നു. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ അമ്മപെങ്ങന്മാരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും മാറരുത്, മാറി നിൽക്കരുത്, സജീവമാകുക. നിങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. അത് നിങ്ങളെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നവർക്കുള്ള ശക്തമായ ഒരു മറുപടിയാണ്. യാതൊരു കാരണവശാലും രാഹുൽ പിന്നോട്ട് പോകരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.